കൃഷിക്കാരുടെ സന്തത സഹചാരിയായി ഗ്രാമീണ സമൂഹത്തിന്റെ കുതിപ്പുകളും കിതപ്പുകളും ഉൾക്കൊണ്ടുകൊണ്ട് കർഷകരുടെ മനസ്സ് തൊട്ടറിയുവാൻ കഴിയുന്നു എന്നതാണ് വയലും വീടും പരിപാടിയെ വ്യത്യസ്തമാക്കുന്നത്. മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി. ആകാശവാണിയുടെ വയലും വീടും റേഡിയോ ശ്രോതാക്കൾക്ക് ഏറ്റവും സുപരിചിതമായ പരിപാടിയാണ്. എല്ലാ ദിവസവും വൈകുന്നേരം 6:50 കാർഷിക കേരളം കാതോർക്കുന്ന ശബ്ദം. ആകാശവാണിയുടെ ഈ പരിപാടികൾ ലോകത്തിന്റെ ഏത് കോണിലും ഇപ്പോൾ കേൾക്കാം. ഇന്റർനെറ്റിലൂടെ www.allindiaradio.gov.in എന്ന സൈറ്റ് സന്ദർശിക്കുക. വയലും വീടും. നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ. കേന്ദ്ര കിഴങ്ങുവർഗ വിള ഗവേഷണ കേന്ദ്രത്തിന്റെ ഉൽപ്പന്ന നിർമ്മാണ പരിശീലന യൂണിറ്റ് ഡോക്യുമെന്ററി. ഉഷ്ണമേഖലാ കിഴങ്ങുവർഗ വിളകളിൽ ഗവേഷണ പ്രവർത്തനങ്ങൾ നടത്തുന്ന ലോകത്തിലെ തന്നെ ഏക സ്ഥാപനമാണ് തിരുവനന്തപുരം ജില്ലയിലെ ശ്രീകാര്യത്ത് 1963 സ്ഥാപിതമായ ICAR കേന്ദ്ര കിഴങ്ങുവർഗ ഗവേഷണ കേന്ദ്രം അഥവാ CTCRI. അത്യുൽപാദനശേഷിയും ഗുണമേന്മയുമുള്ള 53 ഇനം കിഴങ്ങുവർഗ ഇനങ്ങൾ, ഉൽപാദന സംരക്ഷണ സംസ്കരണ രംഗങ്ങളിൽ ഒട്ടേറെ നൂതന സാങ്കേതിക വിദ്യകൾ, ഇവയൊക്കെ CTCRIയുടെ സംഭാവനകളാണ്. ലഘു സംരംഭകർക്ക് ഏറെ സാധ്യതയുള്ള ഒരു മേഖലയാണ് കിഴങ്ങുവർഗവിള സംസ്കരണം. എന്നാൽ വിപണന രംഗത്തെ അനിശ്ചിതാവസ്ഥയും മുതൽ മുടക്കാനുള്ള ശേഷിക്കുറവും സാമ്പത്തികാനുകൂല്യങ്ങളുടെ പരിമിതിയും താൽപ്പര്യമുണ്ടെങ്കിലും ഈ രംഗത്ത് കാൽവെക്കാൻ പലരെയും നിരുത്സാഹപ്പെടുത്തുന്നു. ഇത്തരം സാഹചര്യങ്ങളിലാണ് അധികം മുതൽ മുടക്കില്ലാതെ കുറഞ്ഞ ചെലവിൽ ഭക്ഷ്യോൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിപണി സാധ്യതകൾ വിശകലനം ചെയ്യാൻ സഹായിക്കുന്ന സാങ്കേതിക സംരംഭകത്വ പരിശീലന കേന്ദ്രങ്ങളുടെ അഥവാ ടെക്നോ ഇൻക്യുബേഷൻ സെന്ററിന്റെ പ്രസക്തി. കിഴങ്ങ് വിളകളിൽ നിന്ന്, പ്രത്യേകിച്ച് മരച്ചീനിയിൽ നിന്ന് വൈവിധ്യങ്ങളായ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ പരിശീലന സൗകര്യങ്ങൾ ഒരുക്കി കേന്ദ്ര കിഴങ്ങുവർഗ ഗവേഷണ സ്ഥാപനത്തിൽ 2014 സ്ഥാപിതമായ സാങ്കേതിക സംരംഭകത്വ പരിശീലന കേന്ദ്രം ഇന്ന് പുതുസംരംഭകർക്ക് വളരെ പ്രയോജനപ്രദമാണ്. സംസ്ഥാന കൃഷിവകുപ്പിന്റെ കീഴിലുള്ള ചെറുകിട കാർഷിക സംരംഭക കൺസോർഷ്യത്തിന്റെ ധനസഹായത്തോടെയാണ് ഈ കേന്ദ്രം പ്രവർത്തനമാരംഭിച്ചത്. ഭക്ഷ്യസുരക്ഷാ ഗുണനിലവാര നിയന്ത്രണ ബോർഡിന്റെ ലൈസൻസ് നേടിയിട്ടുള്ള കേന്ദ്രം ശുചിത്വവും ഗുണനിലവാരവും നിലനിർത്തുന്നതിൽ പ്രതിജ്ഞാബദ്ധമാണ്. ടെക്നോ ഇൻക്യുബേഷൻ സെന്ററിന്റെ നോഡൽ ഓഫീസറും പ്രിൻസിപ്പൽ സയന്റിസ്റ്റുമായ ഡോക്ടർ സജീവ് MS. കിഴങ്ങുവിളകളിൽ നിന്ന്, പ്രത്യേകിച്ചും മരച്ചീനിയിൽ നിന്ന് വൈവിധ്യങ്ങളായ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ പരിശീലന സൗകര്യങ്ങൾ ഒരുക്കി ICAR കേന്ദ്ര കിഴങ്ങുവർഗ ഗവേഷണ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്ന സാങ്കേതിക സംരംഭകത്വ പരിശീലന കേന്ദ്രം പുതുസംരംഭകർക്ക് വളരെ പ്രയോജനപ്രദമാണ്. 2014 ജൂലൈ 31 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത ഈ കേന്ദ്രത്തിൽ ഇതുവരെയായി ഏകദേശം 200ഓളം സംരംഭകരും കൃഷിക്കാരും പരിശീലനം നേടിയിട്ടുണ്ട്. ഒരു ദിവസത്തെ പരിശീലനം നേടുന്ന പരിശീലനാർത്ഥികൾക്ക് ഇവിടെ നിന്ന് സർട്ടിഫിക്കറ്റും വിതരണം ചെയ്യാറുണ്ട്. ഈ പരിശീലനം നേടിയവരിൽ തന്നെ ഏകദേശം 10 പേരോളം നമ്മുടെ ഈ സാങ്കേതിക പരിശീലന കേന്ദ്രത്തിലെ ഫെസിലിറ്റീസ് ഉപയോഗിച്ച് വിവിധങ്ങളായിട്ടുള്ള പ്രോഡക്റ്റുകൾ ഉണ്ടാക്കി മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. ഈ കേന്ദ്രം 3 രീതിയിലാണ് പ്രവർത്തനം നടത്തുന്നത്. ആദ്യമായി അസംസ്കൃത വസ്തുക്കൾ, അതായത് മരച്ചീനി കിഴങ്ങോ മരച്ചീനി മാവോ കൊണ്ടുവന്ന് ഇവിടുത്തെ നിർമ്മാണ സംസ്കരണ സംവിധാനങ്ങൾ ഉപയോഗിച്ച്
ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി പാക്ക് ചെയ്ത് കൊണ്ടുപോകാം. പിന്നെ ICR CTCR ഫാമിൽ നിന്ന് ലഭ്യത അനുസരിച്ച് മരച്ചീനി വാങ്ങി സംസ്കരിച്ച് മാവ് ഉണ്ടാക്കി ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാം. അവസാനമായി മരച്ചീനി മാവ് ലഭ്യത അനുസരിച്ച് ICR CTCR വിൽപ്പന കേന്ദ്രത്തിൽ നിന്ന് വാങ്ങി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാം. ഇതോടൊപ്പം ചേർക്കുന്ന മറ്റ് അസംസ്കൃത വസ്തുക്കൾ സംരംഭകർ കൊണ്ടുവരേണ്ടതാണ്. മേൽപ്പറഞ്ഞ ഏത് രീതിയിലായാലും ഉൽപ്പന്നങ്ങൾ വിപണനത്തിന് ഉതകും വിധത്തിൽ തങ്ങളുടെ ബ്രാൻഡ് കവറുകളിൽ പാക്ക് ചെയ്ത് കൊണ്ടുപോകാവുന്നതാണ്. ഇവിടുത്തെ സൗകര്യങ്ങൾ അനവധിയാണ്. അതായത് കിഴങ്ങുകൾ അരിഞ്ഞുണക്കി പൊടിച്ച് മരച്ചീനി മാവിൽ നിന്ന് വ്യത്യസ്തങ്ങളായ സ്നാക്ക് ഫുഡ്സ്, വറ്റലുകൾ, പാസ്ത ഉൽപ്പന്നങ്ങൾ, റെഡി ടു ഈറ്റ് എക്സ്ട്രൂഡഡ് ഉൽപ്പന്നങ്ങൾ, മരച്ചീനി സ്റ്റാർച്ചിൽ നിന്നുള്ള വറ്റലുകൾ എന്നിവ ഉണ്ടാക്കാനുള്ള സൗകര്യങ്ങൾ ഇവിടെ ലഭ്യമാണ്. വ്യത്യസ്ത ആകൃതിയിലും വലുപ്പത്തിലും മരച്ചീനി അരിയാനുള്ള യന്ത്രങ്ങൾ, ഡ്രയറുകൾ, ഉണക്ക മരച്ചീനി പൊടിക്കാനുള്ള ഫ്ലവർ മിൽ, അസംസ്കൃത വസ്തുക്കൾ മിക്സ് ചെയ്യാനുള്ള ഡ്രൈ ബ്ലെൻഡർ, വെള്ളം ചേർത്ത് കുഴയ്ക്കാനുള്ള ഡോ മിക്സർ, മാവിൽ നിന്ന് ഷീറ്റ് ഉണ്ടാക്കാനും ഡയമണ്ട് ആകൃതിയിൽ മുറിച്ചെടുക്കുവാനുള്ള യന്ത്രം, എണ്ണയിൽ വറുത്തെടുക്കുന്ന സ്നാക്ക് ഫുഡ്സ് യന്ത്രം, പാസ്ത മെഷീൻ, എക്സ്ട്രൂഡർ, സാഗോ ഗ്രാനുലേറ്റർ, പാക്കേജിംഗ് യന്ത്രങ്ങൾ തുടങ്ങി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി പാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ ഉതകും വിധത്തിൽ എല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട്. ഉൽപ്പന്നങ്ങളുടെ വിപണന സാധ്യതയെക്കുറിച്ച് ബോധ്യം വരുന്ന സംരംഭകന് പിന്നീട് സ്വന്തമായി യൂണിറ്റ് ഉണ്ടാക്കി ചെറുകിട സംരംഭ മേഖലയിൽ ചൂടുറപ്പിക്കാനും സാധിക്കുന്നു. ഗുണമേന്മയുള്ള മരച്ചീനി അധിഷ്ഠിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ സംരംഭകർക്കും സ്വയം സഹായ സംഘങ്ങൾക്കും സാങ്കേതിക സഹായങ്ങളും സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക, സംരംഭകരുടെ ആശയങ്ങൾക്കനുസരിച്ച് പുത്തൻ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ ശാസ്ത്രീയ സാങ്കേതിക പിൻബലം നൽകുക എന്നിവയാണ് ഈ പരിശീലന കേന്ദ്രം ലക്ഷ്യമിടുന്നത്. വിള സംസ്കരണ വിഭാഗം മുൻ മേധാവിയും എമറിറ്റസ് സയന്റിസ്റ്റുമായ ഡോക്ടർ G. പത്മജ. വിളവെടുപ്പിന് ശേഷം മരച്ചീനി കിഴങ്ങ് വളരെ വേഗത്തിൽ കേടാകുന്നു എന്നുള്ളതും അടിക്കടി വിലയിലുണ്ടാകുന്ന മാറ്റവുമാണ് കപ്പ കർഷകർ ഇന്ന് അഭിമുഖീകരിക്കുന്ന മുഖ്യ പ്രശ്നങ്ങൾ. അപ്പോൾ കപ്പ കർഷകരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ കപ്പയിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള പദ്ധതി കേന്ദ്ര കിഴങ്ങ് വർഗ ഗവേഷണ സ്ഥാപനത്തിൽ ഏതാണ്ട് 1 ദശക കാലമായിട്ട് നടന്നുവരുന്നു. ഇതിന്റെ ഫലമായി മരച്ചീനി അധിഷ്ഠിത ചെറുകിട സംരംഭങ്ങൾ തുടങ്ങുന്നതിന് സാധ്യമാകുന്ന ധാരാളം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ CTCRയിൽ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. എന്നാൽ ഈ സാങ്കേതിക വിദ്യകൾ ചെറുകിട സംരംഭകരിലേക്ക് എത്തുന്നതിനും അതുവഴി കപ്പ കർഷകർക്ക് അതിന്റെ ഫലം ലഭിക്കുന്നതിലേക്കുമായി 2014 CTCRയിൽ ഒരു ടെക്നോ ഇൻക്യുബേഷൻ സെന്റർ അഥവാ സംരംഭകത്വ പരിശീലന കേന്ദ്രം തുടങ്ങുകയുണ്ടായി. മരച്ചീനി സംസ്കരിച്ച് വിവിധ തരത്തിലുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ആക്കി മാറ്റുന്നതിനുള്ള സാങ്കേതിക സഹായവും യന്ത്രങ്ങളും ഇവിടെ ലഭ്യമാണ്. മരച്ചീനി അധിഷ്ഠിത ഉൽപ്പന്നങ്ങളുടെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത് മരച്ചീനി കിഴങ്ങിൽ വളരെ കുറച്ചു മാത്രമേ മാംസ്യത്തിന്റെ അളവ് ഉള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇതിനൊരു പ്രതിവിധി എന്ന പോലെ പോഷക സമ്പുഷ്ടമായ കടലമാവ്, അരിമാവ്, ഗോതമ്പ് മാവ് തുടങ്ങിയവയെല്ലാം മരച്ചീനി മാവിൽ നിശ്ചിത അളവിൽ ചേർത്ത് പോഷക സമൃദ്ധവും രുചികരവുമായ പലതരത്തിലുള്ള വറപൊരി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാം. ഉദാഹരണത്തിന് മരച്ചീനി പക്കാവട, മധുരസേവ, ക്രിസ്പ്സ്, ന്യൂട്രി ചിപ്സ് തുടങ്ങി 10-12 ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാവുന്നതാണ്. കൂടാതെ മരച്ചീനി മാവ്, അരിപ്പൊടി, മൈദ തുടങ്ങിയവയുമായി എല്ലാം സംയോജിപ്പിച്ച് രുചികരവും ഏറെക്കാലം സൂക്ഷിച്ചു വയ്ക്കാവുന്നതുമായ പാസ്റ്റ, നൂഡിൽസ് തുടങ്ങിയ ഉൽപ്പന്നങ്ങളും ഉണ്ടാക്കാം. ഇതിനുള്ള സാങ്കേതിക വിദ്യ എല്ലാം തന്നെ CTCRയിൽ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ടെക്നോ ഇൻക്യുബേഷൻ സെന്റർ വഴി ഈ സാങ്കേതിക വിദ്യകൾ ചെറുകിട സംരംഭകരിലേക്ക് കൈമാറുന്നതുമാണ്. ഈ പാസ്റ്റ, നൂഡിൽസ് തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ മറ്റൊരു സവിശേഷത ഇവ ഏറിയ പങ്കും ഡയബറ്റിസ് രോഗികൾക്ക് കഴിക്കാം എന്നുള്ളതാണ്. ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ച് നമ്മളൊക്കെ തന്നെ വളരെ ശ്രദ്ധിക്കുന്ന ഈ കാലത്ത് എണ്ണയുടെ ഉപയോഗം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ ഉയർന്ന താപനിലയിൽ സംസ്കരിച്ചെടുക്കുന്ന നല്ല കറുമുറുപ്പുള്ള എക്സ്ട്രൂഡഡ് സ്നാക്സ് ഉണ്ടാക്കാവുന്ന സാങ്കേതിക വിദ്യയും CTCRയിൽ ലഭ്യമാണ്.
ഇതുകൂടാതെ എണ്ണയുടെ അളവ് പരമാവധി കുറച്ച് എന്നാൽ ഗുണമേന്മ നിലനിർത്തി ഉണ്ടാക്കാവുന്ന വാക്വം ഫ്രൈഡ് സ്നാക്ക് ഫുഡ് പ്രോഡക്ട്സ് എന്ന് പറയും, അവയും ഉണ്ടാക്കാനുള്ള യന്ത്രങ്ങളും അതിൻ്റെ സാങ്കേതിക വിദ്യയും CTCRAയിൽ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. വാക്വം ഫ്രൈയിങ് വഴി നമ്മൾ സ്നാക്സ് ഉണ്ടാക്കുമ്പോൾ സാധാരണ തനതായ രീതിയിൽ വറുത്തെടുക്കുന്ന ഉൽപ്പന്നങ്ങളിൽ 30 മുതൽ 35% വരെ എണ്ണ ഉണ്ടെങ്കിൽ വാക്വം ഫ്രൈഡ് ഉൽപ്പന്നങ്ങളിൽ അത് 16 മുതൽ 18% വരെ എണ്ണ മാത്രമേ ഉണ്ടാകുകയുള്ളൂ. എന്നതുകൊണ്ട് തന്നെ ആരോഗ്യരംഗത്ത് ഈ ഉൽപ്പന്നങ്ങൾക്ക് ഏറെ സാധ്യത ഉണ്ടെന്നുള്ളതും CTCRAയിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. അസംസ്കൃത വസ്തുക്കൾ കൊണ്ടുവന്ന് കേന്ദ്രത്തിലെ നിർമ്മാണ സംവിധാനങ്ങൾ ഉപയോഗിച്ച് സംരംഭകർക്ക് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി പാക്ക് ചെയ്ത് കൊണ്ടുപോകാവുന്നതാണ്. മരച്ചീനി അരിഞ്ഞുണക്കി പൊടിച്ചെടുക്കാവുന്ന പ്രാഥമിക സംസ്കരണ യന്ത്രങ്ങൾ മുതൽ ഉൽപ്പന്നങ്ങൾ പാക്ക് ചെയ്യാനുള്ള പാക്കിംഗ് യന്ത്രങ്ങൾ വരെ ഇവിടെ ലഭ്യമാണ്. ഉപയോഗിക്കുന്ന യന്ത്ര സംവിധാനങ്ങൾക്കനുസരിച്ച് ഉൽപ്പന്ന നിർമ്മാണത്തിന് നാമമാത്രമായ ഫീസ് നൽകി ഈ സൗകര്യങ്ങൾ സംരംഭകർക്ക് പ്രയോജനപ്പെടുത്താവുന്നതുമാണ്. വ്യത്യസ്ത ആകൃതിയിലും വലിപ്പത്തിലും മരച്ചീനി അരിയാനുള്ള ആധുനിക യന്ത്രങ്ങൾ, ഡ്രയറുകൾ, ഫ്ലവർ മിൽ തുടങ്ങി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി പാക്ക് ചെയ്തു കൊണ്ടുപോകാൻ ഉതകും വിധത്തിലുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നു. ടെക്നോ ഇൻക്യുബേഷൻ സെന്ററിലെ ടെക്നിക്കൽ ഓഫീസർ ഡോക്ടർ ഷാനവാസ്. ഈ പരിശീലന കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ സംരംഭകർക്ക് തങ്ങളുടെ സ്വന്തം ബ്രാൻഡിൽ പാക്ക് ചെയ്ത് കൊണ്ടുപോകാനുള്ള സൗകര്യങ്ങളുണ്ട്. അതിനായി വിവിധ തരത്തിലും കപ്പാസിറ്റിയിലുമുള്ള പാക്കിംഗ് മെഷീനുകൾ ലഭ്യമാണ്. നിർമ്മിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങളുടെ തോതനുസരിച്ച് അനുയോജ്യമായ രീതിയിലുള്ള പാക്കിംഗ് മെഷീനുകൾ തിരഞ്ഞെടുക്കാം. ഇവിടെ കൈകൾ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നതും പെഡൽ ഓപ്പറേറ്റഡ് ആയതുമായ പൂർണ്ണമായും ഓട്ടോമാറ്റിക്കായി പ്രവർത്തിക്കുന്നതുമായ പാക്കിംഗ് മെഷീനുകളുണ്ട്. കൈകൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന പാക്കിംഗ് മെഷീനിൽ 1 മണിക്കൂറിൽ ഏകദേശം 250 മുതൽ 300 പാക്കറ്റ്സ് വരെ നമുക്ക് സീൽ ചെയ്യാവുന്നതാണ്. എന്നാൽ പെഡൽ ഓപ്പറേറ്റഡ് പാക്കിംഗ് മെഷീൻ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ 1 മണിക്കൂറിൽ ഏകദേശം 300 മുതൽ 360 വരെ പാക്കറ്റുകൾ സീൽ ചെയ്യാവുന്നതാണ്. ഈ 2 യന്ത്രങ്ങളിലും പാക്കറ്റ് സീൽ ചെയ്യുമ്പോൾ നമ്മൾ കൈകൊണ്ട് പിടിച്ചു കൊടുക്കേണ്ടതുണ്ട്. എന്നാൽ ബാൻഡ് സീലർ എന്ന മെഷീൻ ഉപയോഗിക്കുകയാണെങ്കിൽ ഉൽപ്പന്നങ്ങൾ നിറച്ച പാക്കറ്റ് സീലിംഗ് മെഷീനിൽ വെച്ചു കൊടുത്താൽ അതിൻ്റെ കൺവെയർ ബെൽറ്റിന്റെ പ്രവർത്തനം മൂലം സീൽ ചെയ്ത് പാക്കറ്റ് നമുക്ക് കിട്ടുന്നു. ഈ മെഷീനിൽ ഏകദേശം 800 മുതൽ 1000 വരെ പാക്കറ്റ്സ് 1 മണിക്കൂറിൽ പാക്ക് ചെയ്യാവുന്നതാണ്. എന്നാൽ ഫുള്ളി ഓട്ടോമേറ്റഡ് പാക്കിംഗ് മെഷീനിലാണെങ്കിൽ ഇതിൽ ഉൽപ്പന്നങ്ങൾ അതിൻ്റെ ഹോപ്പർ, അതായത് നമ്മൾ സാമ്പിളുകൾ നിക്ഷേപിക്കുന്ന സ്ഥലത്ത് നിക്ഷേപിച്ചാൽ നമുക്ക് തുടർച്ചയായി പാക്ക് ചെയ്ത് സീൽ ചെയ്ത് എടുക്കാവുന്നതാണ്. വ്യത്യസ്ത അളവിലും തൂക്കത്തിലുമുള്ള പാക്കറ്റ്സ് കിട്ടുന്നതിനായി നമുക്ക് ഈ മെഷീൻ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതേസമയം തന്നെ ഉൽപ്പന്നത്തിൻ്റെ നിർമ്മാണ തീയതി, വില, എക്സ്പയറി ഡേറ്റ് തുടങ്ങിയ വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന ബാർകോഡും പ്രിന്റ് ചെയ്യാവുന്നതാണ്. സീൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാക്കറ്റിന്റെ വലിപ്പം അനുസരിച്ച് മണിക്കൂറിൽ 1000 മുതൽ 3600 പാക്കറ്റ്സ് വരെ ഇതിൽ നിന്നും പാക്ക് ചെയ്ത് എടുക്കാവുന്നതാണ്. ഉൽപ്പന്നങ്ങളുടെ വിപണന സാധ്യതയെക്കുറിച്ച് ബോധ്യം വരുന്ന സംരംഭകന് പിന്നീട് സ്വന്തമായി യൂണിറ്റ് ഉണ്ടാക്കി ചെറുകിട സംരംഭ മേഖലയിൽ ചുവടുറപ്പിക്കാനും സാധിക്കുന്നു. അങ്ങനെ സംസ്കരണ വിപണന രംഗത്തേക്കിറങ്ങാനുള്ള ധൈര്യവും ആത്മവിശ്വാസവും നവസംരംഭകർക്ക് ആർജിക്കുന്ന തരത്തിൽ എല്ലാ സാങ്കേതിക സഹായവും സംരംഭകത്വ പരിശീലന കേന്ദ്രം നൽകുന്നതാണ്. പരിശീലനത്തിന് ശേഷം ടെക്നോ ഇൻക്യുബേഷൻ സെന്റർ മുഖേന മെഷീൻ ഉപയോഗിച്ച് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിതരണം ചെയ്യുന്ന പാലോട് ഇളവട്ടം സ്വദേശി ശ്രീ ബിജുമോൻ റഗുലസ്. ഞാൻ CTCRA 2015 സെപ്റ്റംബർ മാസം ഒരു ട്രെയിനിങ്ങിൽ പങ്കെടുത്തു. അതിലൂടെ നല്ല സപ്പോർട്ട് എനിക്കതിൽ പ്രകാരം കിട്ടി. ട്രെയിനിങ്ങിന് ശേഷം CTCRA ടെക്നോ ഇൻക്യുബേഷൻ മുഖാന്തരം ഇവിടുത്തെ മെഷീനറി ഉപയോഗിച്ച് കപ്പപ്പൊടിയിൽ നിന്ന് മിക്സ്ചർ, സീഡ് ഫ്രൈ, മുറുക്ക്, പക്കവട, പാസ്ത എന്നിവ ഉണ്ടാക്കി മന്നാസ് ഫുഡ് പ്രോഡക്റ്റ് എന്ന പേരിൽ മാർക്കറ്റിൽ വിപണനം നടത്തുന്നു. ഈ ഫുഡ് കഴിക്കുന്നവർ വീണ്ടും ആവശ്യപ്പെടുന്നു. വീണ്ടും മാർക്കറ്റിൽ കൂടുതൽ ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ എൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ നാട്ടിൽ കപ്പ കൃഷി ചെയ്താൽ സാധാരണയായി 2 ഉൽപ്പന്നങ്ങൾ മാത്രമാണ് ഉണ്ടാക്കുന്നതായിട്ടാണ് ഞങ്ങൾക്ക് അറിയാവുന്നുള്ളത്. ഒന്ന് കപ്പ പുഴുങ്ങി കഴിക്കുന്നു, 2 കപ്പ ചിപ്സ് ആക്കുന്നു.
ഇത് മാത്രമാണ് ഞങ്ങളുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് അറിയുന്നതും ഞങ്ങൾക്കറിയാവുന്നതുമായിട്ടുള്ള പദ്ധതികൾ. എന്നാൽ നിരവധി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാമെന്ന് ഇവിടെ നിന്ന് ട്രെയിനിങ്ങിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞു. ഇപ്പോൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളുടെ മാർക്കറ്റ് നല്ല രീതിയിലുള്ളതിനാൽ ഗവൺമെൻറ്റിൻ്റെ ധനസഹായത്തോടെ ഒരു ചെറിയ ഉൽപ്പാദന യൂണിറ്റ് തുടങ്ങാനുള്ള സ്വയം തൊഴിൽ നേടണമെന്നുള്ള ആഗ്രഹമാണ് എൻ്റെ മനസ്സിലുള്ളത്. അതിനുള്ള സപ്പോർട്ട് CTCR നിന്ന് ഞങ്ങൾക്ക് തരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിനുള്ള ഉദ്യോഗസ്ഥരും അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾക്ക് ചെയ്തു തന്നുകൊണ്ടിരിക്കുന്നത്. ഈ ബൈ പ്രോഡക്റ്റ് ആക്കുമ്പോൾ നമുക്ക് അതിനേക്കാൾ കൂടുതൽ മാർക്കറ്റിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. കാര്യം 1 കിലോ കപ്പ സാധാരണ ഇന്ന് തുച്ഛമായിട്ടുള്ള വിലയൊന്നും മാർക്കറ്റിലുള്ളൂ. എന്നാൽ അത് പ്രോഡക്റ്റാക്കി മാറ്റുമ്പോൾ അതിൽ നിന്ന് നല്ലൊരു രൂപ നമുക്കതിൽ നിന്ന് ലാഭമായിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിൽ നിന്ന് നമുക്ക് ഒരു സന്തോഷമുണ്ട്. എന്നാൽ കപ്പ ഇനി കൂടുതലായിട്ട് കൃഷി ചെയ്യാനും തരിശ് കിടക്കുന്നതായിട്ടുള്ള സ്ഥലങ്ങൾ ലീസിനെടുത്തിട്ടായിരുന്നാലും വാടകയ്ക്ക് എടുത്തിരുന്നാലും ഞങ്ങൾക്കത് അതിലെല്ലാം കൃഷി ചെയ്ത് കപ്പ കൂടുതൽ ഉൽപ്പാദിപ്പിച്ച് ബൈ പ്രോഡക്റ്റുകളാക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിനുള്ള സഹായവും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ലഭിക്കും എന്നും CTCRയുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ലഭിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കൊല്ലം മൺട്രോത്തുരുത്ത് സ്വദേശിനി ശ്രീമതി അന്നമ്മ ജോയി. ഇവിടുത്തെ സജീവ് സാർ ചുറ്റുമല ബ്ലോക്കിൽ വന്ന് ഞങ്ങളെ ചീനിയുടെ പ്രോജക്റ്റ് പഠിപ്പിച്ച് അത് ഞങ്ങൾക്ക് അത് പ്രോത്സാഹനം കണ്ട് അത് ഞാനിവിടെ കൊണ്ടുവന്ന് ചീനിപ്പൊടി ഉപയോഗിച്ച് പല സാധനങ്ങൾ അതിനകത്ത് ചേർത്ത് നല്ലതാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഞാൻ വിപണിയിൽ കച്ചവടം ചെയ്ത് അത് ഒരുപാട് പേര് സാറന്മാരൊക്കെ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ അതുകൂടാതെ സാറിൻ്റെ നല്ല പ്രോത്സാഹനം ഇത് ഞങ്ങൾക്കൊരു ചെറിയ തൊഴിലായി വീട്ടിൽ അവിടെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ചക്ക ഇടയുണ്ട്, ചീനി നല്ല മധുരസേവ, മച്ചറ്, വക്കാവട, അതിന് വേണ്ടുന്ന എല്ലാ ഉപയോഗവും അതിൽ നിന്ന് നല്ല ആയിട്ട് വിപണി നല്ല സാധനങ്ങളാണ്. പിന്നെ അതിൻ്റെ കൂടെ ചക്കയുടെ ഞങ്ങളെ പഠിപ്പിച്ചു. ചക്കക്കുരു പൊടി ഞാൻ പ്രോഡക്റ്റ് ഉണ്ടാക്കി, അലുവായ ഉണ്ടാക്കി, കൂവനീറ് പോലെ പൊടിപ്പിച്ച് അത് വിപണിയിൽ ഞാൻ കൊടുത്ത്. പിന്നെ ചക്ക അച്ചാറ്, വൈന്, ഇതെല്ലാം ഞാൻ ഉണ്ടാക്കി. എനിക്ക് എല്ലാത്തിൻ്റെയും സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിലുണ്ട്. അത് അനേകർക്ക് ഇത് ഇറങ്ങി നല്ല രോഗത്തിൻ്റെ അണുക്കളെ മാറ്റി കളയാൻ ഞാനും എൻ്റെ മനസ്സ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സജീവ് സാർ ഞങ്ങളെ വന്ന് കുടുംബശ്രീ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്ന് അതിൽ നിന്ന് ഞാൻ ഇപ്പോഴും ചീനി പൊടി കൊണ്ടുവന്ന് അതിന് ഉണ്ടാക്കി ഞാൻ സാറന്മാർക്കും ബാങ്കിലും വിപണിയിൽ ഇറക്കാൻ ഞാൻ ആഗ്രഹിച്ചിരിക്കുകയാണ്, കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനു വേണ്ടി ഒരു പ്രോത്സാഹനം ഞങ്ങൾക്ക് തരണം. കൊല്ലം ജില്ലയുടെ ഗ്രാമപഞ്ചായത്ത് വിപണിയിൽ അവിടെ വീഡിയോ മുഖേന ഞങ്ങൾ അവിടെ കൊണ്ടുപോയി 7 ദിവസത്തെ കച്ചവടം ഉണ്ടായിരുന്നു. അങ്ങനെ അറിഞ്ഞ് വീട്ടിൽ ഇപ്പം ഫോൺ വിളിക്കുന്നുണ്ട്. പിന്നെ കപ്പയ്ക്ക ടൂട്ടി പൂട്ടി ഉണ്ടാക്കി ഞാൻ അത് ഒരുപാട് പേർക്ക് കൊടുക്കുന്നുണ്ട് ബേക്കറിയിൽ. അത് ഇപ്പോഴും വീട്ടിലിരിപ്പുണ്ട്, ഓരോരുത്തർ വരുന്നുണ്ട്. ഞാൻ ബോർഡ് വെച്ചിട്ടുണ്ട്, കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ ഇവിടെ വിൽക്കപ്പെടുമെന്നും പറഞ്ഞ്. അതിന് ഞാൻ ഷോപ്പിംഗ് കോംപ്ലക്സിൽ CDS മെമ്പറായിട്ട് എന്നെ തിരഞ്ഞെടുത്തിട്ട് അവർ സാധനം കൊണ്ടുവരും. ഞാൻ 100 രൂപയ്ക്ക് 20 രൂപ വെച്ച് എനിക്ക് ലാഭം തരുന്നുണ്ട്. അങ്ങനെ 1000 രൂപയുടെ 2000 രൂപയുടെ സാധനം അവർ കൊണ്ടുതരും. അത് ഞാൻ വിറ്റ് കൊടുക്കുമ്പോൾ അതിൻ്റെ ലാഭം എനിക്ക് തരുന്നുണ്ട്. വീട്ടിൽ വന്നും മേടിക്കുന്നു. ഞാൻ വിപണിയിലെ വീടുകളിലെ പഞ്ചായത്തിലൊക്കെ പോകുന്നുണ്ട്. അന്യായ വിലയില്ല, സാധനം എടുക്കുന്ന അനുസരിച്ച് അത് മൂല്യം കണക്കാക്കിയിട്ട് നമുക്കൊരു 20 രൂപ അതിൻ്റെ വിലക്കൂലി നമുക്ക് കിട്ടണം. ഇപ്പോഴും പ്രോജക്റ്റ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ചീനിപ്പൊടി ഉണ്ടാക്കാം, പക്കാവട, പിന്നെ മധുരസേവ, മിച്ചറ്, ഇനിയിപ്പോൾ മുറുക്കൂട വേണമെന്ന് വിചാരിച്ചിരിക്കുക. നാളെ ഞാൻ 4 സാധനം കൊണ്ടുപോയുള്ളൂ, അതെല്ലാം തീർന്നു. ഇപ്പോഴും 2 കവറ് വീട്ടിൽ ഞാൻ സാമ്പിളിന് വെച്ചിട്ടുണ്ട്. മിച്ചർ ഓരോരുത്തർ വന്ന് ചോദിക്കുന്നു, കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ മധുരം കിടക്കുന്നതുകൊണ്ട് പക്കാവടയും മിച്ചറും മുറുക്കുമാണ് നല്ല സീസൺ. നല്ല രുചിയാ. വിപണി മേടിക്കുന്നവർക്ക് ക്യാൻസർ ഉണ്ടാകത്തില്ല, കുടലിലെ ഒരസുഖം ഉണ്ടാകത്തില്ല. നമുക്ക് ഉപയോഗിക്കാം, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. നല്ല സാധനമാണ്. ഇതൊരു പുറത്തറിയാതെ കിടക്കും ആൾക്കാർ. ചീനി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആർക്കും ചീനിയാണ്, പക്ഷെ ചീനിയല്ല. ഇതിനകത്ത് 4-5 കൂട്ടം സാധനം ചേർക്കുന്നുണ്ട്. അരിപ്പൊടി, കപ്പക്കിഴങ്ങ്, പിന്നെ വേറെ ഏതാണ്ടല്ല 4-5 നല്ല ഗുണമുള്ള വിത്തുകൾ ഇതിനകത്ത് ചേർത്താണ് ഇതുണ്ട്. ചീനി മാത്രമല്ല. അതുകൊണ്ടാണ് നമുക്കിത് ഗുണമായിട്ട് തോന്നുന്നത്. ഇത് കഴിച്ചാൽ ഒരസുഖം ഉണ്ടാകത്തില്ല. മിച്ചറിൻ്റെ വെളിയിൽ നിന്ന് മേടിക്കുന്നതൊക്കെ ഏറ്റവും നല്ല മിച്ചറാണ്. മുറുക്കും പക്കാവടയും നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ ഞാൻ ചെയ്ത് ഒരു ചെറിയ പ്രോജക്റ്റ് തുടങ്ങാനൊരാഗ്രഹമുണ്ട്. അത് ഇവിടുന്ന് മുഖേന ഞങ്ങൾക്ക് വിപണിയിലാക്കാൻ വേണ്ടി നിങ്ങളതിൻ്റെ സഹായം ചെയ്യണം. സാമ്പത്തികമായിട്ട് എനിക്കിപ്പോൾ 2000 രൂപ എനിക്ക് ലാഭം കിട്ടി. ഇപ്പോൾ സാറ് പറഞ്ഞ് 35 വിട്ട് വിൽക്കാൻ ഞാൻ 40ഉം 50ഉം വെച്ച് വിറ്റുണ്ട്. 250 ഗ്രാം കടയിൽ വില തിരക്കിയപ്പോൾ അതിലും അന്നേരം വില കുറവായിരുന്നു. അന്നേരം ഞാൻ 40 വെച്ച് വിറ്റ്. അന്നേരം നമ്മൾ വേലക്കൂലി നടക്കണ്ടായോ? അങ്ങനെ 40 വെച്ച് വിറ്റ് എനിക്ക് 2000 രൂപ കിട്ടി. ഇവിടെ 1500 രൂപ സാധനം ഞാൻ കൊണ്ടുവന്നത് കൂട്ടാതെ 1500 രൂപ ഇവിടെ ചിലവായിരുന്നു. അങ്ങനെ 4000 രൂപയ്ക്കകത്ത് ഞാൻ വിറ്റ്. തിരുവല്ലം സ്വദേശി ശ്രീ പ്രദീപ്. ഞാൻ യാദൃശ്യമായിട്ടാണ് CTCRയുടെ ഒരു ആർട്ടിക്കിൾ ഞാൻ മാഗസിനിൽ വായിക്കുന്നത്.
അതിൽ മരിച്ചിനിയിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിനെ പറ്റി സൂചിപ്പിച്ചിരുന്നു. അത് വായിച്ചതിന് ശേഷം ഞാൻ നേരിട്ട് അവിടെ പോവുകയും അതിന്റെ ഡിവിഷൻ ഹെഡായിരുന്ന ഡോക്ടർ പത്മജ മേഡത്തിനെ കണ്ട് സംസാരിക്കുകയും ചെയ്തു. അതിനുശേഷം അവരുടെ 2 ദിവസത്തെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ട്രെയിനിങ് പ്രോഗ്രാമിൽ ചേർന്ന് ഞാൻ പരിശീലനം നേടുകയും ചെയ്തു. വളരെയധികം നല്ല രീതിയിൽ ട്രെയിനിങ് ആണ് എനിക്ക് CTCRൽ നിന്നും ലഭിച്ചത്. അതിനുശേഷമാണ് എനിക്ക് മനസ്സിലായത് ഇത് വളരെയധികം ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങളാണെന്നും അതുപോലെ തന്നെ ശരീരത്തിന് ഹാനികരമല്ലാത്തതാണെന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞു. പ്രധാനമായും ഇതിൽ നിന്നുണ്ടാക്കുന്നത് മരിച്ചിനി പക്കാവട, മരിച്ചിനി സ്ട്രിപ്സ്, മരിച്ചിനി തേൻകുഴൽ എന്ന് പറയുന്നത് മധുരസേവയാണ്, മരിച്ചിനി ഡയമണ്ട് കട്ട്സ്, മരിച്ചിനി മിക്സ്ചർ, പിന്നെ മുട്ട കൊണ്ടുണ്ടാക്കുന്ന ന്യൂട്രി ചിപ്സ് ഉണ്ട്, കാഷ്യൂനട്ട് ഉണ്ടാക്കുന്ന ന്യൂട്രി ചിപ്സ് ഉണ്ട്, പിന്നെ മരിച്ചിനി മുറുക്കുണ്ട്, മരിച്ചിനി ഉപ്പേരി ഉണ്ട്. ഇതെല്ലാമാണ് ഈ മരിച്ചിനി മാവിൽ നിന്ന് ഉണ്ടാക്കുന്നത്. ഇതിൽ ന്യൂട്രി ചിപ്സിൽ കാൽസ്യത്തിന്റെ അളവ് വളരെയധികം കൂടുതലുള്ള ഒരു ഉൽപ്പന്നമാണ്. അതുപോലെ തന്നെ മരിച്ചിനി പക്കവടയിൽ കലോറിയുടെ അംശവും വളരെ അധികം കൂടുതലാണ്. ഈ സ്നാക്സുകളെല്ലാം നമുക്ക് ഏറ്റവും കുറഞ്ഞ 2 മാസം വരെ കേടുകൂടാതെ സൂക്ഷിക്കാനും പറ്റും. ഇപ്പോഴാണെങ്കിൽ നമ്മുടെ സമൂഹം ഭക്ഷ്യ വസ്തുക്കളുടെ ക്വാളിറ്റിയെ കുറിച്ച് വളരെയധികം ബോധവാന്മാരാണ്. അതിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ സാധനങ്ങൾക്കെല്ലാം നല്ല വിപണന മൂല്യമുണ്ടെന്നാണ്. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഡിവിഷൻ ഹെഡായ ഡോക്ടർ സജീവ് സാറിന്റെ നിർദ്ദേശപ്രകാരം ഞാൻ CTCRയുടെ ഇൻക്യുബേഷൻ സെന്ററിൽ നിന്ന് സ്നാക്സ് നിർമ്മിച്ച് മാർക്കറ്റ് ടെസ്റ്റ് നടത്തിയത്. പല ഷോപ്പുകളിലൂടെ ഇൻഡിവിജ്വൽ മാർക്കറ്റിംഗ് നടത്തി. അതിന്റെ ഫീഡ്ബാക്ക് വളരെയധികം നല്ലതായിരുന്നു. എടുത്തു പറയേണ്ട ഒരു കാര്യം, CTCRയുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് വളരെയധികം നല്ലതായിരുന്നു. കൂടാതെ തന്നെ ഇൻക്യുബേഷൻ സെന്ററിന്റെ ഫെസിലിറ്റികളും വളരെയധികം മികച്ചതാണ്. CTCRയിൽ നിന്ന് കിട്ടിയ അറിവിന്റെയും പരിശീലനത്തിന്റെയും മാർക്കറ്റിൽ നിന്ന് കിട്ടിയ ഫീഡ്ബാക്കിന്റെയും പിൻബലത്തിലാണ് ഞാൻ ശിവഗംഗ ഫുഡ്സ് ആൻഡ് സ്പൈസസ് എന്ന പേരിൽ ഒരു സ്മാൾ സ്കെയിൽ യൂണിറ്റ് തിരുവനന്തപുരത്ത് തുടങ്ങാൻ പോവുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ കർപ്പക എന്ന ബ്രാൻഡ് നെയിമിൽ മരിച്ചിനിൽ നിന്ന് നിർമ്മിക്കുന്ന ഗുണമേന്മയുള്ള ഭക്ഷ്യവിപണന ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. ബേക്കറി മേഖലയിലുള്ള ആൾക്കാരുണ്ടായിരുന്നു, എന്നെ പോലെ പുതിയതായിട്ട് പല വേറൊരു ഫീൽഡിൽ വന്ന ആൾക്കാരുണ്ടായിരുന്നു, ഈ കൺസ്ട്രക്ഷൻ ഫീൽഡിലുള്ള ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം ഒരു 20ഓളം ആൾക്കാരുണ്ടായിരുന്നു. ഇൻക്യുബേഷൻ സെന്ററിന്റെ മെമ്പർഷിപ്പ് എടുത്ത സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇന്നും ഇങ്ങനെ ഒരു സാധനം മാർക്കറ്റിൽ അവൈലബിൾ അല്ല. കാരണം നമ്മുടെ ഈ മരിച്ചിനിയിൽ നിന്ന് നമുക്കിപ്പോൾ ഉണ്ടാക്കാൻ അറിയാമെന്നുള്ള നമുക്ക് പുട്ടുണ്ടാക്കാൻ അറിയാം. കൂടാതെ മരിച്ചിനി ഉപയോഗിച്ച് കഴിക്കുന്ന ആ 2 ഇത് മാത്രമേ ഉള്ളൂ. കൂടാതെ മരിച്ചിനി വെറ്റലും മാത്രമേ മാർക്കറ്റിലുള്ളൂ. മരിച്ചിനി മാവിലുണ്ടാക്കുന്ന ഫുഡ് ഐറ്റംസ് ഒന്നും തന്നെ മാർക്കറ്റിൽ അവൈലബിൾ അല്ല. അപ്പൊ നമുക്ക് നല്ല ഇവിടെ ആയിരക്കണക്കിന് ബേക്കറികളുണ്ട്. അതുകൊണ്ട് നല്ല ഒരു മാർക്കറ്റ് നമുക്ക് കൂടുതൽ വിറ്റഴിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഞാൻ ടെസ്റ്റ് മാർക്കറ്റ് അവിടെ നിന്ന് എടുത്ത് സപ്ലൈ ചെയ്യാണ് ചെയ്തത്. അതിൽ നിന്ന് കിട്ടിയ ഫീഡ്ബാക്ക് വളരെ നല്ലതായിരുന്നു. ഇത് കൂടാതെ തന്നെ ഞാൻ ഏകദേശം ഒരുപാട് ആൾക്കാർക്ക് ഇൻഡിവിജ്വലായിട്ട് സാധനം കൊടുക്കുകയും ചെയ്തു. അപ്പൊ അവരിൽ നിന്ന് കിട്ടിയ ഫീഡ്ബാക്കും വളരെ നല്ലതായിരുന്നു. കാരണം ഈ മേഖലയിലോട്ട് പുതിയതായിട്ട് വരാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് ധൈര്യപൂർവ്വം മുന്നോട്ട് വരാവുന്ന ഒന്നാണ്. കാരണം പുതിയ യൂണിറ്റുകൾ തുടങ്ങുന്നതോടുകൂടി നമുക്ക് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. അതുകൊണ്ട് എന്തുകൊണ്ടും നല്ലതാണ്. ഭക്ഷ്യ സംസ്കരണ രംഗത്ത് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ താൽപര്യത്തോടെ മുന്നോട്ടു വരുന്ന യുവതലമുറയിലെ സംരംഭകരും ഇൻക്യുബേഷൻ സെന്റർ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. 2015 കാർഷിക എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും ഫുഡ് എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കിയ വിദ്യാർത്ഥിനി കുമാരി KM കൃഷ്ണേന്ദു. പ്രൊഫഷണൽ കോഴ്സ് കഴിഞ്ഞിട്ടും സ്വന്തമായി തൊഴിൽ ചെയ്യുന്നതിനേക്കാളും സ്വന്തമായി ഒരു സംരംഭമായിരുന്നു താല്പര്യം. നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്നതും എന്നാൽ വേണ്ടത്ര രീതിയിൽ ഉപയോഗിക്കാതെ ഉപേക്ഷിക്കുന്നതുമായ ചക്കക്കുരുവും മരച്ചീനിപ്പൊടിയും ചേർത്തുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാണ് ഞങ്ങളുടെ ലക്ഷ്യം. യുവസംരംഭകരായ ഞങ്ങൾക്ക് വളരെ നല്ല പ്രോത്സാഹനമാണ് CTCRയിൽ നിന്നും ലഭിച്ചത്. ഇവിടുത്തെ ഇൻക്യുബേഷൻ സെന്ററിന്റെ ഫെസിലിറ്റീസ് ഉപയോഗിച്ച് ചക്കക്കുരുപ്പൊടിയും മരച്ചീനിപ്പൊടിയും ചേർന്നുള്ള പാസ്ത, നൂഡിൽസ് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭേദപ്പെട്ട വിപണന സാധ്യത ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. കിഴങ്ങുവർഗ വിളകളിലെ ഉൽപ്പന്ന വൈവിധ്യവൽക്കരണത്തെക്കുറിച്ചുള്ള പൊതുവായ അറിവ് നേടുവാനും അത് തങ്ങളുടെ പാഠ്യവിഷയങ്ങളിൽ ഉൾപ്പെടുത്താനുമായി നിരവധി വിദ്യാർത്ഥിനികൾ ഈ പരിശീലന കേന്ദ്രത്തിലേക്ക് എത്തുന്നു. ഭക്ഷ്യ എഞ്ചിനീയറിംഗ് രംഗത്ത് പഠനം നടത്തുന്ന വിദ്യാർത്ഥിനി കുമാരി സോമിയ സാലു. ഞങ്ങളുടെ ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളിവിടെ CTCRയിൽ 1 മാസത്തെ പ്രൊജക്റ്റിന് വേണ്ടി വന്നതാണ്. ഞങ്ങൾ 6 പേരാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത്. 3 ബാച്ചായിട്ടാണ് ചെയ്യുന്നത്. ഇവിടെ മധുരക്കിഴങ്ങിൽ നിന്നും പാസ്തയും കൂവപ്പൊടിയിൽ നിന്നും എക്സ്ട്രൂഡഡ് പ്രോഡക്ട്സും
ഇതിൻ്റെ ബൈ പ്രോഡക്ട്സ് ആയിട്ടുള്ള അതായത് കപ്പയുടെ തണ്ടും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് പാർട്ടിക്കിൾ ബോർഡ്, അതായത് പാക്കേജിങ് മെറ്റീരിയൽസ് ഒക്കെയാണ് ഞങ്ങളിവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. ഇവിടെ CTCRIയിലെ ഇൻക്യുബേഷൻ സെൻറ്ററിലാണ് ഞങ്ങളിത് ഈ പ്രൊജക്റ്റ് ചെയ്യുന്നത്. ഇവിടെ ഇൻക്യുബേഷൻ സെൻറ്ററിൽ ഒരുപാട് ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. ഇനി ഞങ്ങൾ ഈ പ്രോഡക്ട്സ് ചെയ്യുക മാത്രമല്ല അതിൻ്റെയൊക്കെ അനാലിസിസും ചെയ്യാറുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ പാസ്തയൊക്കെ ആണെങ്കിൽ അതിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂസ്, സ്റ്റാർച്ച്, പ്രോട്ടീൻ കണ്ടൻറ്റ് അതൊക്കെ ഞങ്ങൾ ഡിറ്റർമൈൻ ചെയ്യാറുണ്ട്. ഇത് 1 മാസത്തെ കോഴ്സാണ്. പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റായ സജീവ് സാറിൻ്റെ കീഴിലാണ് ഞങ്ങളിത് ചെയ്യുന്നത്. രാവിലെ 9 മണി തൊട്ട് വൈകിട്ട് 4:30 വരെയാണ് ഞങ്ങളിവിടെ പ്രൊഡക്റ്റ് ചെയ്യുന്നത്. ഇവിടുത്തെ ഇൻക്യുബേഷൻ സെൻറ്ററിലാണെങ്കിൽ ഒരുപാട് ഫെസിലിറ്റീസ്, ഇപ്പോൾ ചെറിയ ട്യൂബർ ക്രോപ്സിൽ നിന്നുള്ള വ്യത്യസ്ത സ്നാക്സൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതെല്ലാം പാക്കേജ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് ഇൻസ്പിറേഷനായി. കാരണം ഭാവിയിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും ട്യൂബർ ക്രോപ്സ് ഒക്കെ ഉപയോഗിച്ച് പ്രോഡക്ട്സ്, വൈവിധ്യമാർന്ന പ്രോഡക്ട്സ് ഞങ്ങൾക്ക് ഫുഡ് മാർക്കറ്റിൽ കൊണ്ടെത്തിക്കാനാകുമെന്നുള്ള ഒരു പ്രചോദനം ഈ പ്രൊജക്റ്റിലൂടെ ഞങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ട്. ലഭ്യമായ അസംസ്കൃത വസ്തുക്കളെ ലളിതമായ സംസ്കരണ സങ്കേതങ്ങളിലൂടെ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി മിതമായ നിരക്കിൽ ഉപഭോക്താക്കളിൽ എത്തിക്കുന്നതിലൂടെയാണ് കാർഷിക സംരംഭങ്ങൾ വിജയം കൈവരിക്കുന്നത്. നമ്മുടെ തനത് വിളയല്ലെങ്കിലും കിഴങ്ങ് വിളകളിലെ അന്നജപ്രധാനമായ മരിച്ചിനിയിൽ നിന്നുള്ള വിഭവങ്ങൾ ലോകത്തിന്റെ ഏതു കോണിലായാലും മലയാളിക്ക് എന്നും ഗൃഹാതുരത്വം നൽകുന്നവയാണ്. ഒരു കാലത്ത് ദാരിദ്ര്യം മനുഷ്യജീവിതം നരകപൂർണമാക്കുകയും വിശപ്പിന്റെ വിളി ഉയരുകയും ചെയ്തപ്പോൾ നമ്മുടെ വിശപ്പ് മാറ്റിയ വിളയാണ് മരച്ചീനിയും മറ്റ് കിഴങ്ങ് വർഗ്ഗ വിളകളും. എന്നാൽ നമ്മുടെ ജീവിത നിലവാരത്തിൽ മാറ്റമുണ്ടാകുകയും ഭക്ഷണ സംസ്കാരത്തിൽ സമൂലമായ മാറ്റം സംഭവിക്കുകയും ചെയ്തപ്പോൾ ചേനയും ചേമ്പും കാച്ചിലും മരച്ചീനിയും നമുക്ക് അത്ര പഥ്യമല്ലാതായി എന്നത് സത്യമാണ്. പക്ഷേ മാറിയ സാഹചര്യത്തിൽ മരച്ചീനി അടക്കമുള്ള കിഴങ്ങ് വർഗ്ഗ വിളകൾ യഥാവിധി സംസ്കരിച്ച് വൈവിധ്യമാർന്ന ഭക്ഷ്യോൽപ്പന്നങ്ങളാക്കി മാറ്റിയാൽ അതിന് സ്വീകാര്യത വർദ്ധിക്കും എന്ന പ്രായോഗിക തിരിച്ചറിവാണ് യഥാർത്ഥത്തിൽ ഈ ഉൽപ്പന്ന നിർമ്മാണ പരിശീലന യൂണിറ്റിന്റെ പിറവിക്ക് നിദാനമായത്. ആരോഗ്യദായകമായ ഭക്ഷ്യോൽപ്പന്ന ലഭ്യതയ്ക്കും വരുമാനദായക സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും കിഴങ്ങ് വർഗ്ഗ വിളകളുടെ ഉപഭോഗ വർധനവിനും ഈ പരിശീലന യൂണിറ്റ് വഴി തുറക്കുമെന്നതിൽ തർക്കമില്ല. കേന്ദ്ര കിഴങ്ങുവർഗ്ഗ വിള ഗവേഷണ കേന്ദ്രത്തിന്റെ ഉൽപ്പന്ന നിർമ്മാണ പരിശീലന യൂണിറ്റ് ഡോക്യുമെന്ററി സമാപിക്കുന്നു. നിർവഹണം മുരളീധരൻ തഴക്കര. ആഖ്യാനം രജിത് ആറ്റിങ്ങൽ, എൽ ജയലക്ഷ്മി. നിർവഹണ സഹായം രജിത് ആറ്റിങ്ങൽ. കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പ് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ വെച്ച് ഈ 16, 18 തീയതികളിൽ ആടുവളർത്തൽ, 27, 28, 29 തീയതികളിൽ ഇറച്ചിക്കോഴി വളർത്തൽ എന്നീ വിഷയങ്ങളിൽ സൗജന്യ പരിശീലനം നടത്തുന്നു. ഓഫീസ് സമയങ്ങളിൽ മുൻകൂട്ടി ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 50 കർഷകർക്ക് പരിശീലനത്തിൽ പങ്കെടുക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 048292 2343 23. കായികര സമൃദ്ധ കേരളം, ആയുരാരോഗ്യ കേരളം. നമുക്ക് വേണ്ട പച്ചക്കറികൾ നമ്മുടെ മണ്ണിൽ വിഷവിമുക്തമായി വിളയിച്ചെടുക്കാം. കൃഷിവകുപ്പ് നടപ്പിലാക്കുന്ന സമഗ്ര പദ്ധതികളെക്കുറിച്ചറിയാൻ, ശാസ്ത്രീയ കൃഷിമുറകൾ മനസ്സിലാക്കാൻ ഞായറാഴ്ചകളിൽ വയലും വീടും പരിപാടിക്കായി കാതോർക്കാം. ആകാശവാണിയുടെ കേരള നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നു. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്രതിവാര പരമ്പര കായികര സമൃദ്ധ കേരളം, ആയുരാരോഗ്യ കേരളം. ഈ പരിപാടിയുടെ പ്രായോജകർ സംസ്ഥാന കൃഷിവകുപ്പ്. വയലും വീടും സമാപിക്കുന്നു.